കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പരുന്തുംപാറയിലേക്കാണ് ഇനി അടുത്ത കയറ്റം. ഇവിടുന്ന് വലത്തേക്ക് തിരിഞ്ഞാട്ടോ കയറി പോകുന്നത്. നേരെ പോയാൽ കുമ്പളി, ഇന്ന് വലത്തേക്ക് തിരിഞ്ഞ് ഒരു 5-6 കിലോമീറ്റർ പോകണം. പീരുമേടിന്റെ കാഴ്ച ഒരു അടിപൊളി കാഴ്ച തന്നെ കേട്ടോ. അതൊക്കെ എന്ത് ബിൽഡിങ്ങുകളാണ്. ആ ബിൽഡിങ്ങും അതിനിടയിൽ നിൽക്കുന്ന പച്ചപ്പുകൾ നിറഞ്ഞ ആ മനോഹരമായ ഹരിതാഭം നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയെല്ലാം നല്ല ഒരു കാഴ്ച. അതിൻ്റെ ഇടയിൽ പോകുന്ന ആ റോഡും ഇത്ര മനോഹരമായ ഒരു കാഴ്ച തന്നെയല്ലേ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ പരുന്തുംപാറയ്ക്ക് പോകുന്ന വഴിക്ക് നല്ല തേയിലത്തോട്ടമൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കേക്കുള്ള ആ കാഴ്ചകൾ കണ്ടാണ് നമ്മുടെ യാത്ര. വീടുകളും ഹോം സ്റ്റേ ഒക്കെ കാണാൻ ഇത്ര ഭംഗിയല്ല. ഈ ചെറിയ കുന്നിൻ മുകളിൽ തട്ടുതട്ടായിട്ട് ഓരോന്ന് പണിത് നല്ല മനോഹരമായ കാഴ്ചയല്ലേ നോക്കിയത്. അതുപോലെ തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ അവിടെ ഇവിടെ ചെറിയ കാറ്റാടി മരങ്ങൾ പോലത്തെ ആ മരങ്ങളൊക്കെ നിൽക്കുന്ന ആ കാഴ്ച ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങോട്ടുള്ള യാത്രയിലുള്ള ആ കാഴ്ചകളൊക്കെ കാണാൻ, അതുപോലെ ചെറിയ മന്ദമാരുതനൊക്കെ അടിച്ചുള്ള ആ പോക്ക് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് യാത്രയൊക്കെ പിന്നെ ദൂരെ നോക്കി തേയില, ചെറിയ കുന്നുകൾ, മുട്ടക്കുന്നുകൾ പോലെ മനോഹരമായ കാഴ്ച. അതൊക്കെ ഇതാട്ടോ കാഞ്ഞിരപ്പള്ളി മീരാറ്റുപേട്ടയും കടന്ന് മുണ്ടക്കയം എന്ന പട്ടണവും കടന്ന് നമ്മൾ കുമിളി ലക്ഷ്യമാക്കി പോകുന്ന വഴിക്ക് പരുന്തുംപാറ എന്ന് പറയുന്ന സ്ഥലം, ആ സ്ഥലത്തേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ പരുന്തുംപാറയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പരുന്തുംപാറയിലേക്കുള്ള വഴിയാണ്. ചെറിയ ചെറിയ കൊച്ചു ടൗണുകൾ ഇവിടെ കാണാം. ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഗ്രാമപ്രദേശത്തുള്ള ചെറിയ ടൗൺ. അങ്ങനെ നമ്മളതേ പരുന്തുംപാറ എടുത്തോണ്ടിരിക്കട്ടോ. ഇതേ കാണുന്ന കുന്നുപോലെ നല്ല പുൽമേടാണ് ഇവിടുന്ന് കാണാനുള്ളത്. പിന്നെ നമ്മളെ ചെന്ന നല്ല അടിപൊളി കാഴ്ചയാണ്. ചാക്കൂർ റോക്ക്, പരുന്തുംപാറ, പിന്നെ നല്ല നിരന്ന് കിടക്കുന്ന വിശാലമായ പാറ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞ് കിട്ടും. അപ്പൊ കൂട്ടുകാരെ, അതെ നമ്മളിപ്പം പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ ഇവിടെ ഒരു ഗ്രീൻ ടോൾ ഗേറ്റ് ഉണ്ട് കേട്ടോ. ചെറിയൊരു 20 രൂപ ഫീസും കൊടുത്ത് വേണം അകത്തേക്ക് കയറാൻ. അത് ഇതാട്ടോ നമ്മളെ പരുന്തുംപാറയിലേക്കുള്ള എൻട്രൻസ് ഇവിടുന്ന് തുടങ്ങുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഇതുണ്ടോ, എത്ര നല്ല കാഴ്ചയാന്ന് നോക്കിയാൽ. അവിടെ കെട്ടിടങ്ങളൊക്കെ പണിത് നമ്മുടെ ആകാശത്ത് മേഘങ്ങളൊക്കെ കിടക്കുന്ന ആ മനോഹരമായ കാഴ്ചകളൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. എന്താ പറയുക, ഇവിടെ നല്ല തണുപ്പ് കാറ്റും വീശിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ അകത്ത് ചെന്നിട്ടുള്ള ബാക്കി കാഴ്ചകൾ നമുക്ക് അവിടെ ചെന്ന് കാണാം. ഇതാണ് കേട്ടോ പരുന്തുംപാറയുടെ എൻട്രൻസ് പോയിന്റ്. ഇവിടെയാണ് നമ്മൾ കാറിന് വരികയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് 20 രൂപ എടുക്കണം. ബൈക്കിനൊക്കെ ആണെങ്കിൽ ഫ്രീ ടിക്കറ്റ് ആണ്. എടുത്ത് മുന്നോട്ട് നമ്മൾ നീങ്ങി കഴിയുമ്പോൾ പരുന്തുംപാറയുടെ ടോപ്പ് വ്യൂവിലെത്തും. നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വിശാലമായ കുന്ന് നമുക്ക് കാണാം. പക്ഷെ 20 രൂപ വാങ്ങിയാൽ ഇങ്ങോട്ടുള്ള വഴി വളരെയധികം മോശമാണ്. മുഴുവൻ കട്ടറ് പിടിച്ച കുണ്ടും കുഴിയുമായ വഴിയാണ്. ഇതൊന്നും നേരെയാക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല. പൈസ നമ്മളെ നിന്ന് വാങ്ങുകയും ചെയ്തു. ഇങ്ങോട്ട് കയറി കഴിയുമ്പോൾ ചെറിയ ചെറിയ ഷോപ്പുകൾ കാണാം. ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ചെറിയ പർച്ചേസ് ഒക്കെ നടത്താനുള്ള ഒട്ടനവധി ഷോപ്പുകളുണ്ട് ഇവിടെ. അപ്പോൾ കൂട്ടുകാരെ, അതെ നമ്മൾ പരുന്തുംപാറയിലെത്തി കേട്ടോ. നോക്കിയേ എത്ര അടിപൊളി കാഴ്ചയാന്ന് നോക്കി ഉണ്ടോ. ചെറിയ മലഞ്ചെരുവുകൾ ഇങ്ങനെ ചെരിഞ്ഞ പാറപ്പുറത്തുള്ള പുല്ല് മൂടി കിടക്കുന്ന ആ മനോഹരമായ കാഴ്ച. താഴെ ചെറിയ കടകളൊക്കെ ഉണ്ട്. ഇന്നിപ്പം വർക്കിംഗ് ഡേ ആയത് കാരണം ഇപ്പം കടകളെല്ലാം കാലിയാണ്, ആൾക്കാരൊക്കെ കുറവാണ്. കോട്ടയം കുമളി ദേശീയപാതയിൽ പീരുമേട് കഴിഞ്ഞ് കല്ലാർക്കവലിൽ നിന്നും ഏകദേശം ഒരു 5 കിലോമീറ്റർ മാത്രം മാറി കുന്നിൻമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ വ്യൂ പോയിന്റാണ് പരുന്തുംപാറ. ഇവിടെ എത്തിയാൽ പച്ചപ്പുൽമേടുകളിലെ അനന്തമായി നീണ്ടുകിടക്കുന്ന ആഴമേറിയ താഴ്വരകളുള്ള പർവ്വതങ്ങളും കുന്നിൻ ചെരുവുകളും അങ്ങ് ദൂരെ അഴുത വെള്ളച്ചാട്ടവും എല്ലാം നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ്. സഞ്ചാരികളെ കാത്ത് ഇവിടെ അടിപൊളി പ്രകൃതി രമണീയമായ കാഴ്ചകൾ ഒരുക്കി പരുന്തുംപാറ സ്ഥിതി ചെയ്യുന്നത്. ഹരിതവനങ്ങളുടെയും ഭൂപ്രകൃതിയുടെയും അനന്തമായി നീണ്ടുകിടക്കുന്ന കാഴ്ചകൾ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടുത്തെ പ്രകൃതിയുടെ സൗന്ദര്യം പരുന്തിനെ അനുസ്മരിപ്പിക്കുന്ന പാറയ്ക്ക് പേര് കേട്ടതായതുകൊണ്ട് പരുന്തുംപാറ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത്ര സുന്ദരമായ കാഴ്ചയല്ലേ.
നോക്കി താഴെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം, അഴുത വെള്ളച്ചാട്ടമാണെന്ന് തോന്നട്ടോ അത്. എന്നെ മനോഹരമായ കാഴ്ച നോക്കി. അതാണ് പരുന്തുംപാറ എന്ന് പറയുന്നത്. ഇവിടെ വന്നാൽ എപ്പോഴും നല്ല തണുത്ത കാറ്റ് എപ്പോഴും ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും. അതുപോലെ വൈകുന്നേര സമയങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ നല്ല കോട ആസ്വദിച്ചൊക്കെ നമുക്ക് പോകാം. ഇന്ന് വർക്കിംഗ് ഡേ ആയത് കാരണം മൊത്തം കാലിയാണേ. ആരവങ്ങളൊന്നുമില്ല. ഏതായാലും കുറച്ച് പേരുകൾ മാത്രമേ ഉള്ളൂ ഇതിൽ. വളരെ തിരക്ക് കുറവ്. അപ്പോൾ കൂട്ടുകാരെ നല്ല അടിപൊളി കാഴ്ച കേട്ടോ. ആ ചെറിയ കോട്ടക്കുന്നുകളൊക്കെ നോക്കി അതിൽ എല്ലാം വണ്ടി കയറിപ്പോയി നല്ല റോഡുകളും നല്ല മനോഹരമായ കാഴ്ച. ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന ഹരിതാഭ നിറഞ്ഞു നിൽക്കുന്ന ഈ പർവ്വത ശിഖരങ്ങളും താഴ്വാരങ്ങളും അങ്ങനെ ദൂരെ കാണുന്ന കുന്നിൻ ചെരുവുകളൊക്കെ എത്ര മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. നമ്മുടെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ വന്നാൽ കാണാനുള്ളത്. ബംഗാളി കവി രവീന്ദ്രനാഥ് ടാഗോറിന്റെ ആകൃതി ഉള്ളതിനാൽ റോക്ക് പ്രൊജക്ഷനെ ടാഗോർ റോക്ക് എന്നും എല്ലാവരും സ്നേഹപൂർവ്വം വിളിക്കുന്നു. എവിടെ നിന്ന് നടന്നു വരാൻ നേരത്തെ എന്നെ അടിപൊളി കാഴ്ച നോക്കി. ഈ ഒരു രക്ഷയില്ല. ഈ ഒരു ചെറിയ ഹോം സ്റ്റേ ആണെന്ന് തോന്നുന്നത്. കോട്ടേജുകൾ, അതിൻ്റെ അവിടുത്തെ റോഡും ആ കുളവും. പിന്നെ ഇത് ചെറിയൊരു അരുവിയാണ്. ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് വെള്ളമൊന്നുമില്ല. എപ്പോഴും തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് നോക്കി തേയിലത്തോട്ടങ്ങളാട്ടോ ആ കയറി ഇറങ്ങി കിടക്കുന്ന ആ മനോഹരമായ കാഴ്ച. അതിൻ്റെ പുറകിലെ ആ മലയൊക്കെ കണ്ടോ, എത്ര പറയാൻ വാക്കുകളില്ല കേട്ടോ കൂട്ടുകാരെ. ശരിക്കും ഇവിടുത്തെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ആ പാറയുടെ അവിടെ ചേർന്ന് കേട്ടോ. അതിൻ്റെ മുകളിൽ കയറാവുന്നതാണ്. അവിടെ ഞാൻ പോയില്ല, എനിക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ലാണേ. അതിൻ്റെ മുകളിൽ ഒരാൾ കയറി നിൽക്കുന്നുണ്ട്, അതിൻ്റെ അറ്റത്ത് കയറി നിൽപ്പുണ്ടേ. ഇവിടെ വന്നപ്പം ഒരു വെറൈറ്റി കാഴ്ച. അത് നോക്കി, വരൂ ചായ കുടിക്കാം. ഈ ചായക്കട വണ്ടിയാണ്. അല്ല അടിപൊളി ഡിസൈനൊക്കെ ആയിട്ട് നല്ല ഭംഗിയാട്ടോ. ഈ പാറപ്പുറത്ത് ഇങ്ങനെ നിൽക്കുന്ന എല്ലാ ദിവസവും തുറക്കുന്നൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അടിപൊളി പാറയാന്ന് നോക്കിയേ. ഏക്കറുകളോളം വിസ്തൃതമായി കിടക്കുന്ന ഈ മനോഹരമായ പാറയുടെ മുകളിലൂടെ വാഹനം എങ്ങനെ ഓടിക്കുന്ന നല്ല അടിപൊളിയാട്ടോ. ഒരു ഓഫ് റോഡ് പ്രതീതി നമുക്ക് തോന്നുന്നു. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ. അടുത്ത നല്ല കാഴ്ചകളുമായി കാണുന്നവരെ ബൈ ബൈ.